ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിലെ കഥാപാത്രങ്ങളും അവ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങളെല്ലാവരും ഈ വീഡിയോ അവസാനം വരെ ശ്രദ്ധാപൂർവം കേട്ടിരുന്നാൽ മാത്രമേ ഇതിലെ കഥാപാത്രങ്ങളും അവ തമ്മിലുള്ള ബന്ധത്തെയും കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ദൈവം ആദത്തെയും ഹവ്വായെയും സൃഷ്ടിക്കുന്നു. അവർക്ക് 2 മക്കൾ ജനിക്കുന്നു, കായേലും ആബേലും. ആബേൽ കൊല്ലപ്പെടുന്നു. കായേൻ്റെ സന്തതി പരമ്പരകളെക്കുറിച്ചാണ് പിന്നെ ബൈബിളിൽ നമ്മൾക്ക് കാണുവാൻ കഴിയുക. കായേനിൽ നിന്നും ഹെനോക്ക് എന്ന ഒരു മകൻ ജനിക്കുന്നു. ഹെനോക്കിൻ്റെ മകനാണ് ഈരാദ്. ഈരാദിൻ്റെ മകനാണ് മെഹുയായേൽ. മെഹുയായേലിൻ്റെ മകനാണ് മെത്തുശായേൽ. മെത്തുശായേലിൻ്റെ മകനാണ് ലാമെക്ക്. ലാമെക്കിന് 2 ഭാര്യമാരാണ് ഉള്ളത്, ആദായും സില്ലായും. ആദായിൽ നിന്നും യാബാൽ, യൂബാൽ എന്നീ 2 പുത്രന്മാർ ജനിക്കുന്നു. സില്ലായിൽ നിന്ന് തൂബൻ കയീൻ എന്ന പുത്രനും നാമ എന്ന ഒരു മകളും ജനിക്കുന്നു. കായേൽ ആബേലിനെ കൊന്നതിനു പകരം ദൈവം ആദത്തിനും ഹവ്വായിക്കും 3ാമത് ഒരു മകനെ കൂടി നൽകുന്നു. അവൻ്റെ പേരാണ് സേത്ത്. സേത്തിൻ്റെ മകനാണ് എനോഷ്. എനോഷിൻ്റെ മകനാണ് കെയ്നാൻ. കെയ്നാൻ്റെ മകനാണ് മഹലേൽ. മഹലേലിൻ്റെ മകനാണ് യാരെദ്. യാരെദിൻ്റെ മകനാണ് ഹെനോക്ക്. ഹെനോക്കിൻ്റെ മകനാണ് മെത്തുശലഹ്. മെത്തുശലഹിൻ്റെ മകനാണ് ലാമെക്ക്. ലാമെക്കിൻ്റെ മകനാണ് നോഹ. നോഹയുടെ മക്കളാണ് ഷേമും ഹാമും യാഫത്തും. യാഫത്തിൻ്റെ മക്കളാണ് ഗോമർ, മഗോഗ്, മദായ്, യാവാൻ, തൂബാൽ, മേശക്, തീരാസ് എന്നിവർ. ഗോമറിൻ്റെ മക്കളാണ് അഷ്കെനാസ്, റീഫത്ത്, തോഗർമ എന്നിവർ. യാവാൻ്റെ മക്കളാണ് എലീഷ, താർഷീഷ്, കിത്തീം, ദൊദാനീം. ഹാമിൻ്റെ മക്കളാണ് കുഷ്, മിസ്രയീം, ഫുത്ത്, കാനാൻ എന്നിവർ. കുഷിൻ്റെ മക്കളാണ് സേബ, ഹവീല, സബുത്ത, റാമ, സബ്തേക്ക, നിമരോദ് എന്നിവർ. റാമായുടെ മക്കളാണ് ഷേബായും ദാഥാനും. മിസ്രയീമിൻ്റെ മക്കളാണ് ലൂദിം, അനാമിം, പത്രുസിം, ലഹാംബീം, നഫ്തുഹിം, കസ്ലുഹിം, കഫ്തോറിം. കസ്ലുഹിമിൽ നിന്നാണ് ഫിലിസ്ത്യരുടെ ഉത്ഭവം. കാനാൻ്റെ മക്കളാണ് സീദോനും ഹേത്തും. കാനാനിൽ നിന്നാണ് ജബൂസ്യർ, അമോര്യർ, ഗിർഗാഷ്യർ, ഹിവ്യർ, അർക്കീയർ, സീനിയർ, അർവാദിയർ, സമേറിയർ, ഹമാത്യർ എന്നീ വംശങ്ങൾ ഉത്ഭവിച്ചത്. ഷേം ഏബറിൻ്റെ മക്കൾക്ക് പൂർവ്വപിതാവാണ്. ഷേമിൻ്റെ മക്കളാണ് ഏലാം, അഷൂർ, അർപ്പക്ഷാദ്, ലൂദ്, ആരാം. ആരാമിൻ്റെ മക്കളാണ് മാർ ഊസ്, ഹൂൽ, ഗേദർ, മാഷ്. അർപ്പക്ഷാദിൻ്റെ മകനാണ് ഷേലാഹ്. ഷേലാഹിൻ്റെ മകനാണ് ഏബർ. ഏബറിൻ്റെ മക്കളാണ് പേലഗും യോക്താനും. യോക്താൻ്റെ മക്കളാണ് അൽമോദാദ്, ഷേലഫ്, ഹസർമവെത്ത്, യാറഹ്, ഹദോറാം, ഊസാൽ, ദിക്ല, ഓബാൽ, അബിമായേൽ, ഷേബ, ഓഫീർ, ഹഫീല, യോബാബ്. പേലഗിൻ്റെ മകനാണ് റവു. റവുവിൻ്റെ മകനാണ് സേരൂഗ്. സേരൂഗിൻ്റെ മകനാണ് നാഹോർ. നാഹോറിൻ്റെ മകനാണ് തേരാഹ്. തേരാഹിൻ്റെ മക്കളാണ് അബ്രാഹം, നാഹോർ, ഹാരാൻ. അബ്രാഹത്തിൻ്റെ ഭാര്യയാണ് സാറായി.
നാഹോറിൻ്റെ ഭാര്യയാണ് മിൽക്ക. ഹാരാൻ്റെ മകളാണ് മിൽക്കായും ഇസ്കായും. ആൺമക്കളാണ് ലോത്ത്, എഷ്കോൽ, ആനർ, മാമ്രെ, എലിയേസർ. ഹാഗാർ എന്ന മറ്റൊരു മകൾ സാറായിയുടെ ദാസിയും. ഹാഗാറിൽ നിന്നും ഇസ്മായേൽ ജനിക്കുന്നു. സാറായിൽ നിന്ന് ഇസഹാക്കും ജനിക്കുന്നു. ലോത്തിന് 2 പുത്രിമാരാണ് ഉള്ളത്. മോവാബ് ലോത്തിൻ്റെ മൂത്ത മകളുടെ പുത്രനാണ്. ബെൻ അമ്മി ലോത്തിൻ്റെ ഇളയ മകളുടെ പുത്രനും. അബ്രാഹത്തിൻ്റെ ഭാര്യ സാറ, നാഹോറിൻ്റെ ഭാര്യ മിൽക്ക. മിൽക്കായിൽ നാഹോറിനുണ്ടായ മക്കളാണ് ഊസ്, ബൂസ്, കെമുവേൽ, കേസദ്, ഹാസോ, പിൽഹാദ്, ഇദ്ലാഫ്, ബത്തുവേൽ എന്നിവരാണ് നാഹോറിന് മിൽക്കായിൽ ജനിച്ച മക്കൾ. ബത്തുവേലിൻ്റെ മകളാണ് റബക്കായും മകൻ ലാബാനും. കെമുവേലിൻ്റെ മകനാണ് ആരാം. കെമുവേലിൻ്റെ മകളുടെ പേരാണ് റവൂമ. ഈ റവൂമയാണ് നാഹോറിൻ്റെ ഉപനാരി. റവൂമായിൽ നാഹോറിന് ജനിച്ച മക്കളാണ് തേബഹ്, ഗഹം, തഹഫ്, മക്കാഹ്, സോഫാർ, കെത്തൂറ എന്ന പുത്രിയും. സോഹാറിൻ്റെ മകനാണ് എഫ്രോൻ. ഈ കെത്തൂറ എന്ന മകൾ അബ്രാഹത്തിൻ്റെ 3-ാം ഭാര്യയാണ്. കെത്തൂറയിൽ ജനിച്ച മക്കൾ സിമ്രാൻ, യോക്ഷാൻ, മെദാൻ, മിദിയാൻ, ഇഷ്ബാക്ക്, ഷൂവാഹു. യോക്ഷാനിൻ്റെ മക്കളാണ് ഷേബ, ദാദാൻ. ദാദാൻ്റെ മക്കളാണ് അഷൂറിം, ലത്തുഹിം, ലവുമിം. മിദിയാൻ്റെ മക്കളാണ് ഏഫ, ഏഫർ, ഹനോക്ക്, അബീദ, എൽദ. ഇസ്മായേലിൻ്റെ മക്കളാണ് നെബായോത്ത്, കേദാർ, അദ്ബേൽ, മിബ്സാം, മിഷ്മ, ദൂമ, മസ, ഹദാദ്, തേമ, യത്തൂർ, നഫീഷ്, കേദ്മ. റബേക്ക ഇസഹാക്കിൻ്റെ ഭാര്യ. ഇസഹാക്കിന് റബേക്കായിൽ ജനിച്ച മക്കളാണ് ഏസാവും യാക്കോബും. ബേരിയുടെ പുത്രിയാണ് യൂദിത്ത്. എലോണിൻ്റെ പുത്രിയാണ് ബാസ്മത്ത്. എസാവിൻ്റെ ഭാര്യമാരാണ് യൂദിത്തും ബാസ്മത്തും. ലാബാൻ്റെ പുത്രിമാരാണ് റാഹേലും ലയായും. ലയായുടെ പരിചാരികയാണ് സിൽഫ. റാഹേലിൻ്റെ പരിചാരികയാണ് ബിൽഹ. യാക്കോബിൻ്റെ ഭാര്യമാർ ലയായും റാഹേലും. ലയായിൽ യാക്കോബിന് ജനിച്ച മക്കളാണ് റൂബനും ശിമയോനും ലേവിയും യൂദായും. യൂദായ്ക്കു ശേഷം യാക്കോബിന് ലയായിൽ ജനിച്ച മക്കളാണ് ഇസാക്കർ, സെബുലൂൺ, ദീന. റാഹേലിൻ്റെ പരിചാരിക ബിൽഹായിൽ യാക്കോബിന് ജനിച്ച മക്കളാണ് ദാൻ, നഫ്താലി. യാക്കോബിന് റാഹേലിൽ ജനിച്ച മക്കളാണ് ജോസഫും ബെഞ്ചമിനും. ഹാമോറിൻ്റെ മകനാണ് ഷെക്കേം. യാക്കോബിന് സിൽഫായിൽ ജനിച്ച മക്കളാണ് ഗാദും ആഷേറും. ഏസാവിൻ്റെ മറ്റൊരു പേരാണ് ഏദോം. എലോണിൻ്റെ മകളുടെ പേരാണ് ആദ. സിബയോൻ്റെ മകളാണ് ആന. ആനായുടെ മകളാണ് ഒഹോലിബാമ. ഇസ്മായേലിൻ്റെ പെൺമക്കൾ നെബായോത്ത്, ബസ്മത്ത്. ഏസാവിൻ്റെ ഭാര്യമാർ ആദ, ഒഹോലിബാമ, ബസ്മത്ത്. ഏസാവിൻ്റെ ഭാര്യയായ ആദായിൽ എലിഫാസ് എന്ന മകൻ ജനിക്കുന്നു. ഏസാവിൻ്റെ ഭാര്യയായ ബസ്മത്തിൽ റവുവേൽ എന്ന മകനും ജനിക്കുന്നു. ഏസാവിൻ്റെ ഭാര്യയായ ഒഹോലിബാമായിൽ യവൂഷ്, യാലാം, കോറഹ് എന്നീ മക്കളും ജനിക്കുന്നു. എലീഫാസിൻ്റെ മക്കളാണ് തേമാൻ, ഓമർ, സെഫോ, ഗത്താം, കെനസ്. എലിഫാസിൻ്റെ ഉപനാരിയുടെ പേരാണ് തിമ്മന. തിമ്മനായിൽ എലിഫാസിനുണ്ടായ മകനാണ് അമലേക്ക്. റവുവേലിൻ്റെ മക്കളാണ് നഹത്ത്, സേറഹ്, ഷമ്മ, മിസാം. സെയീറിൻ്റെ മക്കളാണ് ലോത്താൻ, ഷോബാൽ, സിബയോൻ, ആന, ദീഷോൻ, ഏസർ, ദീഷാൻ.
ഇവരുടെ സഹോദരിയാണ് തിമ്ന. ലോത്താൻ്റെ മകനാണ് ഹോറി, മകളാണ് ഹേമ. ഷോബാലിൻ്റെ മക്കളാണ് അൽവാൻ, മനഹത്ത്, ഏബാൽ, ഷെനേഫോ, ഓനാം. സിബയോൻ്റെ മക്കളാണ് ആയ, ആന. ആനായിക്ക് ദിഷോൻ എന്ന മകനും ഒഹോലിബാമ എന്ന മകളും ജനിക്കുന്നു. ദിഷോൻ്റെ മക്കളാണ് ഹെമദാൻ, എഷ്ബാൻ, ഇത്രാൻ, കെറാൻ. ഏസറിൻ്റെ മക്കളാണ് ബിൽഹാൻ, സാവാൻ, അക്കാൻ. ദിഷാൻ്റെ മക്കളാണ് ഊസും ആരാനും. ഹാദാർ രാജാവിൻ്റെ ഭാര്യയുടെ പേരാണ് മെഹേത്തബേൽ. മത്രേദിൻ്റെ പുത്രിയാണ് മെഹേത്തബേൽ. ഏസാവിൽ നിന്നും ഉത്ഭവിച്ചവർ തിമ്ന, അൽവ, യത്തത്ത്, ഒഹോലിബാമ, ഏല, പീനോൻ, മിബ്സാർ, കെനസ്, തേമാൻ, മഗ്ദിയേൽ, ഈറാം എന്നിവർ. ടൂവായുടെ മകളാണ് യൂദായുടെ ഭാര്യ. യൂദായുടെ മക്കൾ ഏർ, ഓനാൻ, ഷേല. ഏറിൻ്റെ ഭാര്യ താമാർ. യൂദായ്ക്ക് മരുമകളായ താമാറിൽ ജനിച്ച മക്കളാണ് പേരസും സേറഹും. പൊത്തിഫറിൻ്റെ മകളാണ് അസനത്ത്. ഈ അസനത്തിനെയാണ് ജോസഫിനെ ഭാര്യയായി നൽകുന്നത്. ജോസഫിൻ്റെ മക്കളാണ് മനാസേയും എഫ്രായിമും. റൂബൻ്റെ മക്കളാണ് ഹനോക്ക്, ഫല്ലു, ഹെസ്രോൻ, കർമ്മി. ശിമയോൻ്റെ മക്കളാണ് യമുവേൽ, യാമീൻ, ഓഹദ്, യാക്കിൻ, സോഹാർ, ഷാവൂൽ. ലേവിയുടെ മക്കളാണ് ഗർഹോൻ, കൊഹാത്ത്, മൊറാറി. പേരസിൻ്റെ മക്കളാണ് ഹെസ്രോൻ, ഹാമൂൽ. ഇസാക്കറിൻ്റെ മക്കളാണ് തോല, ഫൂവ, യോബ്, ഷിമുൻറോൻ. സെബ്ലൂണിൻ്റെ മക്കളാണ് സേരദ്, എലോൻ, യഹ്ലേൽ. ഗാദിൻ്റെ മക്കളാണ് സിഫിയോൻ, ഹഗ്ഗി, ഷൂനി, ഏരി, എസ്ബോൻ, അരോദി, അരേലി. ആഷേറിൻ്റെ മക്കളാണ് ഇമ്മന, ഇഷ്വ, ഇഷ്വി, ബറിയ. ഇവരുടെ സഹോദരി സേറഹ്. ബറിയായുടെ മക്കളാണ് ഹേബർ, മൽക്കിയേൽ. ബെഞ്ചമിൻ്റെ മക്കളാണ് ബേല, ബേക്കർ, അഷ്ബേൽ, ഗേര, നാമാൻ, എഹിറോഷ്, മൂപ്പീം, ഹുപ്പീം, ആരദ്. ദാനിൻ്റെ മക്കളാണ് ഹൂഷീം. നഫ്താലിയുടെ മക്കളാണ് യഹ്സേൽ, ഗൂനി, യേസർ, ഷില്ലേം. മനാസയുടെ മകനാണ് മാക്കീർ. ഇത്രയും കഥാപാത്രങ്ങളെക്കുറിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നത്. ആകെ 309 പേരാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ ഉള്ളത്. കഥാപാത്രങ്ങളുടെ പേരുകളെല്ലാം തന്നെ ഹെബ്രായ ഭാഷയിലായതുകൊണ്ടാണ് നമ്മൾക്ക് ഉച്ചരിക്കുവാനൊക്കെ ഒരല്പം പ്രയാസം ഉള്ളത്. കഥാപാത്രങ്ങൾ തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യം, സഹോദരൻ്റെ മകളെ ഭാര്യയാക്കുന്നു, മരുമകളെ ഭാര്യയാക്കുന്നു, പരിചാരികയെ ഭാര്യയാക്കുന്നു. സഹോദരനെ മക്കൾ ജനിക്കാതെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അവൻ്റെ ഭാര്യയും സ്വന്തമാകുന്നു. അങ്ങനെ ഇന്നത്തെ സാമൂഹിക നീതി അനുവദിക്കാത്ത വിവാഹ ബന്ധങ്ങൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾക്ക് കാണുവാൻ കഴിയും. ഇവിടെ നാം മനസ്സിലാക്കേണ്ട കാര്യം, തലമുറകളുടെ നിലനിൽപ്പാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം. ഇന്നത്തെ പോലെ പുര നിറഞ്ഞു നിൽക്കുന്ന ആൺകുട്ടികൾ അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്നില്ല. വിവാഹപ്രായം എത്തിക്കഴിഞ്ഞാൽ കുടുംബക്കാർ എവിടെ നിന്നെങ്കിലും ഒരു പെണ്ണിനെ ഒപ്പിച്ച് കെട്ടിച്ചു കൊടുക്കും. അതിൽ മക്കൾ ഇല്ല എങ്കിൽ വേറെ പെണ്ണിനെ പിടിച്ച് കെട്ടിക്കൊടുക്കും. ഇത് പിന്നീട് അന്നത്തെ സാംസ്കാരിക സാമൂഹിക വ്യവസ്ഥിതിയുടെ ഭാഗമായി തീരുന്നു. ഇന്ന് പെണ്ണ് കെട്ടാത്തവരും മക്കളില്ലാത്തവരും എല്ലാം ഒറ്റപ്പെട്ട് തുരുത്തുകൾ പോലെ ആയി മാറുന്ന ഒരു സാഹചര്യമല്ല അന്ന് ഉണ്ടായിരുന്നത്. പാരമ്പര്യവും വംശവും നിലനിർത്തുക എന്നതാണ് പുരാതന കാലത്തെ മനുഷ്യരുടെ ജീവിത ലക്ഷ്യങ്ങളിൽ ഒന്ന്. അതിനാൽ ഇതിലെ കുടുംബജീവിത ബന്ധങ്ങളെ ആ അർത്ഥത്തിൽ മാത്രമേ നാം മനസ്സിലാക്കേണ്ടത് ഉള്ളൂ.
ഏവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഏവരെയും ഈശോനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത എപ്പിസോഡ് പുറപ്പാട് പുസ്തകത്തെക്കുറിച്ചിട്ടാണ്. സ്നേഹമുള്ളവരെ, നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്ര സംഭവങ്ങളുള്ള ഒരു പുസ്തകമാണ് പുറപ്പാട്. ആ പുസ്തകത്തെക്കുറിച്ചുള്ള വിവരണങ്ങളും അതിലെ കാര്യങ്ങളും നമ്മൾക്ക് തുടർന്നു വരുന്ന എപ്പിസോഡിൽ മനസ്സിലാക്കാം. ഏവരെയും ഒരിക്കൽ കൂടി ഈശ്വരനാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.